നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആനയിറങ്കലിന് സമീപം ശങ്കരപാണ്ഡ്യൻമേട്ടിൽ അനധികൃത റോഡ് നിർമ്മാണം സജീവം. നിർമ്മാണം നടത്തുന്നത് റവന്യൂ വകുപ്പിന്റെ നിർത്തിവെക്കൽ ഉത്തരവ് ലംഘിച്ച് അടിയന്തര നടപടി ആവശ്യപ്പെട്ട ഗ്രീൻ കെയർ കേരള. ജില്ലയിൽ വൈറൽ പനിയും പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുന്നു. ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് വൈറൽ പനിയാണ്. ഇതോടൊപ്പം ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ചിക്കൻ പോക്സ്, എലിപ്പനി എന്നിവയും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാട്ടാനയുടെ പേരിൽ ആനയിറങ്കൽ ജലാശയത്തിലെ ബോട്ടിംഗ് നിരോധിച്ചിട്ട് 2.5 വർഷം പിന്നിടുന്നു. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ബോട്ടുകൾ നാശത്തിന്റെ വക്കിലാണ്. അരിക്കൊമ്പന്റെ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ബോട്ടിംഗ് നിരോധിച്ചത്. മൂന്നാർ ചൊക്കനാട് തേയില ഫാക്ടറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ കൊല്ലപ്പെട്ട കേസിന്റെ അന്വേഷണം നിലച്ചു. 6 മാസം മുമ്പാണ് സെക്യൂരിറ്റി ജീവനക്കാരൻ കൊല്ലപ്പെട്ടത്. കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കാത്തതാണ് അന്വേഷണം നിലയ്ക്കാൻ കാരണം. വിശദമായ വാർത്തകളിലേക്ക്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആനയിറങ്കലിന് സമീപം ശങ്കരപാണ്ഡ്യൻമേട്ടിൽ അനധികൃത റോഡ് നിർമ്മാണം സജീവം. നിർമ്മാണം നടത്തുന്നത് റവന്യൂ വകുപ്പിന്റെ നിർത്തിവെക്കൽ ഉത്തരവ് ലംഘിച്ച അനധികൃത നിർമ്മാണത്തിന് പിന്നിൽ ചക്രമുടി കയ്യേറ്റ മാഫിയ. റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത് റോഡ് നിർമ്മാണം സർക്കാർ പുറമ്പോക്ക് ഭൂമിയിലൂടെ എന്ന സംശയത്തെ തുടർന്ന് അടിയന്തര നടപടി ആവശ്യപ്പെട്ട പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള റവന്യൂ മന്ത്രിക്കടക്കം പരാതി നൽകി. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ശങ്കരപാണ്ഡ്യൻമേട്ടിലെ പട്ടയഭൂമിയുടെ മറവിൽ പഞ്ചായത്തിൽ നിന്നോ വില്ലേജിൽ നിന്നോ ഒരുവിധ അനുമതിയും വാങ്ങാതെ ചെങ്കുത്തായ കുന്നിടിച്ചു നിരത്തി റോഡ് നിർമ്മാണം ആരംഭിച്ചത്. ഇതു സംബന്ധിച്ച മാധ്യമ വാർത്തകൾ പുറത്തുവന്നതോടെ നിർമ്മാണം താൽക്കാലികമായി നിർത്തിയിരുന്നു. എന്നാൽ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നിലവിൽ റോഡ് നിർമ്മിച്ചിരിക്കുന്നതിന്റെ എതിർവശത്തു നിന്നും JCB ഉപയോഗിച്ച റോഡ് നിർമ്മാണം നടത്തി. നിർമ്മാണം ശ്രദ്ധയിൽപ്പെട്ടതോടെ രാജകുമാരി വില്ലേജ് ഓഫീസർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുവാൻ ഉത്തരവ് നൽകി. കഴിഞ്ഞ 28-ാം തീയതിയാണ് നിർത്തിവെക്കൽ ഉത്തരവ് നൽകിയത്. ഇതും നിലനിൽക്കെയാണ് ഇപ്പോഴും നിർമ്മാണം സജീവമായി നടക്കുന്നത്. നാലു പേരുടെ പേരിലുള്ള സ്ഥലത്തുകൂടിയാണ് നിർമ്മാണം. അതിനാൽ 4 പേർക്കും സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട്. റോഡ് നിർമ്മിക്കുന്നതിനു സമീപം സർക്കാർ പുറമ്പോക്ക് ഭൂമിയുണ്ടെന്നും റോഡ് നിർമ്മാണം സർക്കാർ ഭൂമിയിലൂടെയാണോ എന്നത് വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും സ്റ്റോപ്പ് മെമ്മോയിൽ വ്യക്തമാക്കുന്നു. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖലയിലെ അനധികൃത നിർമ്മാണം തടയണമെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉദ്യോഗസ്ഥ ഒത്താശയുമുണ്ടെന്നും ആരോപിച്ച പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരളയും രംഗത്തെത്തി. വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ ജനറൽ സെക്രട്ടറി K. ബുൾബേന്ദ്രൻ റവന്യൂ മന്ത്രിക്കടക്കം പരാതി നൽകി. ഇപ്പോൾ വീണ്ടും അതിന് തൊട്ടടുത്തായിട്ട് ഇവർ താഴേന്ന് വഴിവെട്ടി ഉയർന്ന ഏറ്റവും ഉയരത്തിലേക്ക് വരെ ഹിറ്റാച്ചി 2 ഹിറ്റാച്ചി ഉപയോഗിച്ച് വഴിവെട്ടി നാട്ടുകാരെ അറിയിച്ചതനുസരിച്ച് ഞങ്ങളിവിടെ വന്ന് പരിശോധിക്കുകയുണ്ടായി. ഇവിടെ വലിയ മഴ പെയ്യുമ്പോൾ ഉരുൾപൊട്ടി താഴേക്ക് വന്ന് മഞ്ഞക്കുഴി ഭാഗത്തുള്ള ആദിവാസികളടക്കമുള്ളവരുടെ വീടും ആളുകളെല്ലാം മൂടിപ്പോകാൻ സാധ്യതയും കൂടെയുണ്ട്. അപ്പോൾ ഇത് ആവർത്തിച്ച് ചൊക്രമുടിയിൽ കയ്യേറി അതേ കയ്യേറ്റ മാഫി അടിമാലി കേന്ദ്രീകരിച്ചുള്ള ആൾ തന്നെയാണ് ഇവിടെയും കയ്യേറിയിരിക്കുന്നത്. അപ്പോൾ ഇയാൾക്കൊക്കെ ഇതിന് ധൈര്യം കൊടുക്കുന്നത് ഇവിടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥർ തന്നെയാണ്. കാരണം റവന്യൂ ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ നമ്മുടെ ഇവിടെയുള്ള ഇതുപോലെയുള്ള മലകൾ, സർക്കാർ ഭൂമികൾ ഒന്നും ആരും കയ്യേറുകയില്ല. പക്ഷേ അവർ നിയന്ത്രിക്കുക, ഇവരെ മറ്റുള്ള ആളുകൾ ഇത് പിടിക്കുന്നവരെയാണ് അവർക്ക് ശത്രുത, ഇത് ചൂണ്ടിക്കാണിക്കുന്നവരാണ്. ഇവരുടെ കറവപ്പശുവാണ് കയ്യേറ്റക്കാർ. കുത്തനെയുള്ള കുന്നിടിച്ചു നിരത്തിയുള്ള നിർമ്മാണം മഴക്കാലത്ത് വലിയ മണ്ണിടിച്ചിലിനടക്കം വഴിയൊരുക്കുമെന്നും നിർമ്മാണം തടയണമെന്നും ഗ്രീൻ കെയർ കേരള ആവശ്യപ്പെട്ടു. അതേസമയം റോഡ് നിർമ്മാണം നടത്തിയതിന്റെ മലയടിവാരത്തുള്ള ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുമുണ്ട്. സിറ്റി വിഷൻ പൂപ്പാറ. വിവരങ്ങളുമായി സന്ദീപ് രാജക്കാട് ചേരുന്നു. സന്ദീപ്, റവന്യൂ വകുപ്പിന്റെ സ്റ്റോപ്പ് മെമ്മോ പോലും വകവയ്ക്കാതെയാണ് ഇപ്പോൾ വീണ്ടും റോഡ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥ ഒത്താശയുണ്ടെന്ന ആരോപണവും ഗ്രീൻ കെയർ കേരള ഉന്നയിക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ?
വിഷ്ണുപ്രിയ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ശങ്കരപാണ്ഡ്യം മെട്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുന്നതിന്റെ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള മലമുകൾ ഇടിച്ചു നിരത്തി JCB അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഇടിച്ചു നിരത്തി ചെങ്കുത്തായ പ്രദേശത്ത് റോഡ് നിർമ്മിച്ചുള്ള ആ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു. തൊട്ടു പിന്നാലെ മാധ്യമ വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചു നാളത്തേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖലയിൽ JCBകൾ ഉപയോഗിച്ച് മണ്ണിടിച്ചു നിരത്തി ചെങ്കുത്തായ മലയിലൂടെ താഴേക്ക് റോഡ് നിർമ്മാണം സജീവമായി നടക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ടാം തവണ നടക്കുമ്പോൾ അത് റവന്യൂ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുകയും രാജകുമാരി വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തിരുന്നു. ഈ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത് 4 പേർക്കാണ് നൽകിയിരിക്കുന്നത്. ഈ 4 പേരുടെ ഭൂമിയിലൂടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നായിരുന്നു ആദ്യം കണ്ടെത്തിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റോപ്പ് മെമ്മോ നൽകുന്നത്. സ്റ്റോപ്പ് മെമ്മോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്, നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗത്തായിട്ട് റവന്യൂ പുറമ്പോക്ക് ഭൂമികൾ ഉണ്ട്. ആ റവന്യൂ പുറമ്പോക്ക് ഭൂമിയിലൂടെയാണോ ഈ റോഡ് നിർമ്മാണം നടത്തുന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ട സാഹചര്യം നിലനിൽക്കുന്നു. അത് സർവേയർ വന്ന് പരിശോധന നടത്തി കണ്ടെത്തേണ്ട സാഹചര്യം നിലനിൽക്കുന്നു. അതിനാൽ ഇനി നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാൻ പാടില്ല എന്ന് വ്യക്തമായി എഴുതിയാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. ഈ സ്റ്റോപ്പ് മെമ്മോ കൈപ്പറ്റിയിരിക്കുന്നതും ഒരു വ്യക്തി തന്നെയാണ്. 3-4 പേർക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് നമുക്കറിയാം. ചൊക്രമുടിയിലെ കയ്യേറ്റ വിഷയവുമായി ഉയർന്നു വന്നിട്ടുള്ള പേരുകൾ തന്നെയാണ് ഇവിടെയും ഉയരുന്നത്. സിബി എന്ന വ്യക്തിയുടെ പേരിലാണ് ഈ സ്റ്റോപ്പ് മെമ്മോ കൈപ്പറ്റുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിന് ശേഷവും നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായ ഗുരുതരമായ ആരോപണം പരിസ്ഥിതി പ്രവർത്തകരടക്കം ഉന്നയിക്കുന്നത്, ഈ ഉദ്യോഗസ്ഥ ഒത്താശയില്ലാതെ ഇത്തരത്തിലൊരു നിർമ്മാണ പ്രവർത്തനം തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കില്ല. അത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതിന്റെ പിന്നിൽ വലിയ രീതിയിലുള്ള കയ്യേറ്റ മാഫിയ തന്നെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ശങ്കരപാണ്ഡ്യം മെട്ടിനെ ടൂറിസവുമായി ബന്ധപ്പെട്ട സാധ്യതകളെ മുൻനിർത്തിയാണ് ഇത്തരത്തിലുള്ള ഒരു അനധികൃത നിർമ്മാണങ്ങളും അവിടെ റവന്യൂ ഭൂമിയുണ്ടെങ്കിൽ അതിലേക്കുള്ള കയ്യേറുവാനുള്ള ഒരു നീക്കവും നടക്കുന്നത്. അടിയന്തരമായി ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് പരിസ്ഥിതി പ്രവർത്തകർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും റവന്യൂ വകുപ്പ് ഒരു നോട്ടീസ് നൽകി നടപടികൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അതിനപ്പുറത്തേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്നതിനോ ഇല്ലെങ്കിൽ നിരീക്ഷിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥ ഒത്താശയിലാണ് ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഗുരുതരമായ ആരോപണം പരിസ്ഥിതി സംഘടനയായി ഗ്രീൻ കേരള മുന്നോട്ട് വെക്കുന്നതിനോടൊപ്പം തന്നെ ഇടുക്കി ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് മന്ത്രിക്കും അടക്കം പരാതിയും നൽകിയിട്ടുണ്ട്. തുടർ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത്, ഈ റോഡ് നിർമ്മാണം നടത്തിയിരിക്കുന്നതിന്റെ മലയടിവാരത്ത് വലിയ രീതിയിലുള്ള ആളുകൾ താമസിക്കുന്നുണ്ട്, ഒപ്പം തന്നെ ഉന്നതികളുണ്ട്. ഇവിടേക്കൊക്കെ ഈ മഴക്കാലം സജീവമാകുമ്പോൾ ഈ കുന്നിൻ മുകളിൽ ഈ നിർമ്മാണ പ്രവർത്തനം നടത്തിയിരുന്ന ഭാഗത്ത് വലിയ മണ്ണിടിച്ചിലിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത് വലിയ ദുരന്തത്തിലേക്ക് എത്തുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ തന്നെ അല്പ ദിവസത്തേക്ക് മാത്രം നിർത്തിവെക്കുകയും പിന്നീട് ഇത് പുനരാരംഭിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട്. മറ്റൊന്ന്, പഞ്ചായത്ത് ശാന്തൻപാറ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ്. പഞ്ചായത്തിന്റെ ഒരുവിധ അനുമതിയും ഇതുവരെ വാങ്ങിയിട്ടില്ല, നൽകിയിട്ടുമില്ല. റവന്യൂ വകുപ്പിന്റെയും അനുമതിയില്ല. ഒപ്പം തന്നെ സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കുന്നു. അതും അവഗണിച്ചുകൊണ്ടാണ് തകൃതിയായി ഇത്തരത്തിൽ ഒരു റോഡ് നിർമ്മാണം കുന്നിടിച്ചു നിരത്തി നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അടിയന്തരമായി ഒരു ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായിരുന്നാലും ഗ്രീൻ കേരള ഇതുമായി ബന്ധപ്പെട്ട് ഒപ്പം തന്നെ അവിടുത്തെ നാട്ടുകാർ, ഈ മലയടിവാരത്തുള്ള നാട്ടുകാരടക്കം ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുന്നതിനടക്കമുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. വിഷ്ണുപ്രിയ, വിവരങ്ങൾ നൽകുകയായിരുന്നു സന്ദീപ് രാജാക്കാട്. മറ്റ് വാർത്തകളിലേക്ക്. 2026 ആരംഭിച്ച 1 മാസം പിന്നിടുമ്പോൾ ഇടുക്കി ജില്ലയിൽ വൈറൽ പനിയും പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുന്നു. ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് വൈറൽ പനിയാണ്. ഇതോടൊപ്പം ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ചിക്കൻ പോക്സ്, എലിപ്പനി എന്നിവയും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് കണക്കുകൾ പ്രകാരം 5815 പേരാണ് 30 ദിവസത്തിനുള്ളിൽ വൈറൽ പനി ബാധിച്ച ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയവരുടെ എണ്ണം കൂടി കണക്കാക്കിയാൽ പനി ബാധിതരുടെ എണ്ണം ഇനിയും വർദ്ധിച്ചേക്കും. കൂടുതൽ ജലദോഷം പിന്നീട് പകർച്ചപ്പനിയായി മാറുകയാണ് ചെയ്യുന്നത്. തൊണ്ടവേദനയും ശക്തമായ ചുമയും പനിയോടൊപ്പം ബാധിക്കുന്നതോടെ കടുത്ത ക്ഷീണവും അനുഭവപ്പെടും. 100 കണക്കിന് പേരാണ് ദിനംപ്രതി പനിയും ചുമയുമായി ചികിത്സ തേടുന്നത്. പനി മാറിയാലും ചുമ പലർക്കും ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്നുമുണ്ട്. പനി ലക്ഷണമുണ്ടായാൽ എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സേവനം തേടണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. സമയബന്ധിതമായി ചികിത്സ തേടാതെ കൃത്യമായി മുൻകരുതൽ എടുക്കാത്തതും രോഗപകർച്ച കൂടുവാൻ ഇടയാക്കും.
തണുപ്പും ചൂടും മാറി മാറി വരുന്ന കാലാവസ്ഥയാണ് ഇപ്പോൾ പനിബാധിതരുടെ എണ്ണം ഉയരാൻ പ്രധാന കാരണമായി കരുതുന്നത്. ജലദോഷം, പനി, ചുമ എന്നീ ലക്ഷണമുള്ളവർ കഴിയുന്നതും മാസ്ക് ഉപയോഗിക്കണം. ആൾക്കൂട്ടത്തിൽ നിന്നും വിട്ടുനിൽക്കുക. മലിനജലത്തിലും മറ്റും സമ്പർക്കമുള്ളവർ പനി ലക്ഷണമുണ്ടെങ്കിൽ ഉടൻ ചികിത്സ തേടണം. എലിപ്പനിക്കെതിരെ ജാഗ്രത പാലിക്കണം. ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം പ്രതിരോധ മരുന്നുകളും കഴിക്കണം. ജില്ലയിൽ ജനുവരിയിൽ 100 പേർക്ക് എലിപ്പനിയും 22 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 41 പേർക്ക് ചിക്കൻ പോക്സും 21 പേർക്ക് മലേറിയയും റിപ്പോർട്ട് ചെയ്തു. 6 പേർക്ക് മഞ്ഞപ്പിത്തവും ബാധിച്ചു. കുട്ടികളിൽ മുണ്ടിനീര് രോഗവും ജില്ലയിൽ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജലജന്യ രോഗങ്ങൾക്കെതിരെയും ജാഗ്രത പാലിക്കണമെന്ന ആരോഗ്യവകുപ്പ് നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ. കാട്ടാനയുടെ പേരിൽ ആനിയിറങ്കൽ ജലാശയത്തിലെ ബോട്ടിംഗ് നിരോധിച്ചിട്ട് 2.5 വർഷം പിന്നിടുന്നു. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ബോട്ടുകൾ നാശത്തിന്റെ വക്കിലാണ്. അരിക്കൊമ്പന്റെ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് 2023 ജൂലൈ 13 ഹൈക്കോടതി ആനിയിറങ്കലിലെ ബോട്ടിംഗ് നിരോധിച്ചത്. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ ബോട്ടിംഗ് നിർത്തിവെക്കണമെന്നായിരുന്നു വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥൻ കൂടിയാൽപ്പെട്ട വിദഗ്ധ സമിതിയുടെ ശുപാർശ. 2023 ഏപ്രിൽ 29 അരിക്കൊമ്പിനെ മയക്കുവെടി വെച്ച് പിടികൂടി കാട് കടത്തിയെങ്കിലും ബോട്ടിംഗ് നിരോധനം നീക്കാൻ നടപടിയുണ്ടായില്ല. ഹൈക്കോടതി ഉത്തരവ് പിൻവലിച്ചാൽ മാത്രമേ ബോട്ടിംഗ് പുനരാരംഭിക്കാൻ കഴിയൂ. മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100ഓളം കേസുകളും ഹൈക്കോടതിയുടെ ഇതേ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. ബോട്ടിംഗ് പുനരാരംഭിക്കുന്നതിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ഹൈഡൽ ടൂറിസം വിഭാഗം കോടതിയെ സമീപിച്ചെങ്കിലും കേസ് പരിഗണിക്കുന്നത് വൈകുകയാണ്. കേസ് വീണ്ടും പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈഡൽ ടൂറിസം വിഭാഗം ഹൈക്കോടതി രജിസ്ട്രാർക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്. സിറ്റി വിഷൻ മൂന്നാർ. മൂന്നാർ ചൊക്കനാട് തേയില ഫാക്ടറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ കൊല്ലപ്പെട്ട കേസിന്റെ അന്വേഷണം നിലച്ചു. 6 മാസം മുമ്പാണ് സെക്യൂരിറ്റി ജീവനക്കാരൻ കൊല്ലപ്പെട്ടത്. കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കാത്തതാണ് അന്വേഷണം നിലയ്ക്കാൻ കാരണം. കഴിഞ്ഞ ഓഗസ്റ്റ് 23 പകലാണ് ചൊക്കനാട് തേയില ഫാക്ടറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന കന്നിമല ഫാക്ടറി ഡിവിഷനിൽ രാജപാണ്ഡി സുബ്ബയ്യയെ ക്വാർട്ടേഴ്സിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തലയിലും കഴുത്തിലുമായി 9 തവണ വെട്ടേറ്റിരുന്നു. സംഭവം അന്വേഷിക്കുന്നതിനായി മൂന്നാർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 18 അംഗ സംഘത്തെ നിയോഗിച്ചിരുന്നു. കേസുകൾ തെളിയിക്കുന്നതിൽ വിദഗ്ധരായ ഉദ്യോഗസ്ഥരെയടക്കം അന്വേഷണ സംഘത്തിൽ പിന്നീട് ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇതിനോടകം 150ലധികം ആളുകളെ ചോദ്യം ചെയ്യുകയും ഒട്ടേറെ പേരുടെ ഫോൺ കോളുകൾ പരിശോധിക്കുകയും മറ്റ് ശാസ്ത്രീയ അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തു. കൊലപാതക സ്ഥലത്തെ രക്തക്കറയുടെ പരിശോധനയും ഒട്ടേറെ പേരുടെ നുണപരിശോധനയും കഴിഞ്ഞിട്ടും പ്രതികളെക്കുറിച്ച് ഒരു സൂചന പോലും ലഭിക്കാതെ വന്നതോടെയാണ് കഴിഞ്ഞ നവംബറിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. എന്നാൽ ക്രൈംബ്രാഞ്ച് ഇതുവരെ കേസേറ്റെടുക്കുവാൻ തയ്യാറായിട്ടില്ല. ഇതോടെയാണ് അന്വേഷണം പൂർണ്ണമായും നിലച്ചത്. സിറ്റി വിഷൻ മൂന്നാർ. 10 ലിറ്ററിലധികം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ഒരാൾ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായി. രാജകുമാരി ഗജനാപ്പാറ സ്വദേശി ബോധരാജാണ് പിടിയിലായത്. ഗജനാപ്പാറയിൽ വെച്ച് ബൈക്കിൽ കടത്തുകയായിരുന്ന മദ്യമാണ് നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടിച്ചെടുത്തത്. വിൽപ്പനയ്ക്കായി കൊണ്ടുപോവുകയായിരുന്ന 10.250 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായിട്ടാണ് രാജകുമാരി ഗജനാപ്പാറ സ്വദേശി ബോധരാജിനെ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കസ്റ്റഡിയിലെടുത്തത്. ബൈക്കിൽ കടത്തുകയായിരുന്ന മദ്യം ഗജനാപ്പാറയിൽ വെച്ചാണ് പിടികൂടിയത്. നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ബിജു മാത്യുവും സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് മദ്യം പിടിച്ചെടുത്തത്. അബ്കാരി നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പ്രതിക്കെതിരെ കേസെടുത്തു. മദ്യം കടത്താൻ ഉപയോഗിച്ച വാഹനവും പിടിച്ചെടുത്തു. നടപടികൾ പൂർത്തിയാക്കി പ്രതിയെ ഉടുമ്പൻചോല എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപ് എൻ കെ, പ്രിവന്റീവ് ഓഫീസർ സുധീർ വി ആർ, മാനുവൽ എൻ ജെ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുരേഷ് കെ എം, മുഹമ്മദ് ഹാഷിം, അലി അഷ്കർ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ അടിമാലി. ഇനി ചെറിയൊരിടവേള. രാജക്കാടിന്റെ ഹൃദയഭാഗത്ത് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബേബീസ് മാൾ 20,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണം, 2 നിലകളുള്ള ആധുനിക കെട്ടിടം, സൗകര്യപ്രദമായ എസ്കലേറ്റർ സൗകര്യം, ഏകദേശം 100 വാഹനങ്ങൾക്ക് മതിയായ പാർക്കിംഗ് സൗകര്യം, വ്യാപാരത്തിനും ഷോപ്പുകൾക്കും ഏറ്റവും അനുയോജ്യമായ റെന്റലിന് റെഡിയായ റൂമുകൾ ഇപ്പോൾ ലഭ്യമാണ്. ടൗണിന്റെ മധ്യഭാഗത്തുള്ള മികച്ച ലൊക്കേഷൻ,
ഉയർന്ന ഉപഭോക്തൃ സാന്നിധ്യം, നിങ്ങളുടെ ബിസിനസ്സിന് മികച്ച അവസരം. ഷോപ്പ് തുറക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ബേബീസ് മാൾ, രാജക്കാട്. ഇന്ന് തന്നെ ബന്ധപ്പെടുക 9061415447. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. LDF ഇടുക്കിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. SIR ന്യൂനതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചത്. സംസ്ഥാന വ്യാപകമായി LDF സംഘടിപ്പിക്കുന്ന സമരപരിപാടിയുടെ ഭാഗമായി ഇടുക്കിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസ് മാർച്ച് നടത്തി. വിവിധ മേഖലകളിൽ നിന്നെത്തിയ പ്രവർത്തകർ പങ്കെടുത്ത മാർച്ച് പ്രതിഷേധ യോഗമായി മാറി. LDF ഇടുക്കി ജില്ലാ കമ്മിറ്റി കൺവീനർ K. സലീംകുമാർ മാർച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. BJPക്ക് താല്പര്യമില്ലാത്ത ജനസമൂഹത്തെ ഇതിന്റെ മറവിൽ നീക്കം ചെയ്തുകൊണ്ടുള്ള പുതിയ ഒരു രജിസ്റ്റർ തയ്യാറാക്കിക്കൊണ്ടുള്ള പുതിയ തെരഞ്ഞെടുപ്പ് ID കാർഡ് കൊടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വരാൻ പോകുന്ന 22-ാം തീയതി പ്രസിദ്ധീകരിക്കാൻ പോകുന്ന വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ പുതിയ തെരഞ്ഞെടുപ്പ് കാർഡ് കൊടുക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ കേരള സംസ്ഥാനത്തിൽ പോലും 50 ലക്ഷത്തിലധികം ആളുകളുടെ വോട്ടവകാശമാണ് നിഷേധിക്കാൻ പോകുന്നതെന്നും വോട്ടർ പട്ടികയിൽ പോലും പേരില്ലാത്തവരായി മാറാൻ പോകുന്നത് എന്ന അപകടകരമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ജോസ് പാലത്തിനാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നേതാക്കളായ റോമിയോ സെബാസ്റ്റ്യൻ, ജോസ് കുഴികണ്ടം, NK പ്രിയൻ, അനിൽ കോവപ്ലാക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ ഇടുക്കി. കാലങ്ങളായുള്ള അധികൃതരുടെ അനാസ്ഥയിൽ ശോചനീയാവസ്ഥയിലായി കിടന്ന റോഡ് നാട്ടുകാർ ചേർന്ന പിരിവിട്ട് ഗതാഗത യോഗ്യമാക്കി. രാജാക്കാട് പഞ്ചായത്തിലെ അടിവാരം ഒട്ടലാങ്കൽപ്പടി റോഡിന്റെ മധ്യഭാഗത്തുള്ള 200 മീറ്റർ ഭാഗമാണ് നാട്ടുകാർ തന്നെ JC എത്തിച്ച് ഗതാഗത യോഗ്യമാക്കിയത്. കാർഷിക കുടിയേറ്റ മേഖലയായ 5, 8 വാർഡുകളുടെ അതിർത്തി തിരിച്ച് കടന്നു പോകുന്ന റോഡാണ് ഒട്ടലാങ്കൽപ്പടി അടിവാരം റോഡ്. റോഡിന്റെ ഇരുവശത്തു നിന്നും ടാറിംഗ് നടത്തുകയും ചെയ്തു. ഇതിനുശേഷം അവശേഷിക്കുന്നത് ഇടയിലുള്ള 200 മീറ്റർ ഭാഗമാണ്. കാലങ്ങളായി മൺറോഡായി കിടക്കുന്ന ഈ ഭാഗത്ത് വലിയ കിടങ്ങുകൾ രൂപപ്പെട്ട ഇരുചക്രവാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്ന സ്ഥിതിയുണ്ടായതോടെയാണ് അധികൃതർ കണ്ണു തുറക്കുന്നത് കാത്തു നിൽക്കാതെ നാട്ടുകാർ ചേർന്ന പണം കണ്ടെത്തി JC എത്തിച്ച് താൽക്കാലികമായി വലിയ യാത്രാ ദുരിതത്തിന് പരിഹാരം കണ്ടത്. എന്നാൽ മഴക്കാലമാകുന്നതോടെ റോഡിന്റെ അവസ്ഥ വീണ്ടും പഴയ സ്ഥിതിയിലാകും. അതിനു മുന്നേ ഈ ഭാഗം കൂടി ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കയ്യിലെ പൈസ പിരിവിട്ടിട്ട് JCB വിളിച്ചിട്ട് സഞ്ചാരയോഗ്യമാക്കാൻ വേണ്ടി അത് ഉരുണ്ട് വീഴാതെ ഇപ്പോൾ പിള്ളേരൊക്കെ രാവിലെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഒരു കല്ല തട്ടി ഒരു കല്ലിലേക്ക് വീഴുന്ന അവസ്ഥകളാണുള്ളത്. അല്ലെങ്കിൽ ഇവിടെ എല്ലാം 2 വീലറൊക്കെ ഉള്ളവരുണ്ട്. പലർക്കും വീട്ടിൽ പോകണമെങ്കിൽ പാക്കാ സിറ്റി വഴി അതിൽ ഈ 300 മീറ്റർ നമ്മൾ ക്ലിയർ ചെയ്യുന്നതിന് വഴി 2 കിലോമീറ്റർ ചുറ്റിക്കറങ്ങിയാണ് പോകുന്നത്. ഈ കാണുന്ന അവിടെ എല്ലാം ഇപ്പം വന്നിട്ട് ശരിയാക്കിയതാണ് JCB വിളിച്ചിട്ട് നമ്മുടെ കാശ് ഈ പറയുന്ന വീട്ടിലുള്ള ആളുകൾ കാശെടുത്തത്. അപ്പോൾ അത് ഇനിയെങ്കിലും ഇത് ബന്ധപ്പെട്ട അധികാരികൾ
കണ്ണ് തുറന്ന് നല്ലൊരു രീതിയിൽ, അതായത് താഴെ ഒരു നല്ലൊരു കെട്ടുണ്ട്. അപ്പോൾ എപ്പോൾ ഏത് രീതിയിൽ ഇപ്പോൾ ഒരു വർഷം 1.5 വർഷമായിട്ട് ടെൻഡറായി ആരും എടുക്കാനില്ല. അങ്ങനെ പല പല എക്സ്ക്യൂസുകളാണ് കാണുന്നത്. എന്താണെന്നുള്ളതിനെക്കുറിച്ച് എനിക്കും വ്യക്തമായ ഇതില്ല. ബാക്കി 2 സൈഡും വളരെ ഭംഗിയായിട്ട് എല്ലാം ആക്കിയിരുന്നത്. ഇത്രയും സ്പേസ് മാത്രമേ, ഇത്രയും കൂടെ നമ്മൾ ഇത് സഞ്ചാരയോഗ്യമാക്കാൻ വേണ്ടി ഇതിൻ്റെ അധികാരികൾ കണ്ട് നല്ല രീതിയിൽ ഞങ്ങളൊന്ന് സഹകരിച്ച് പോകണമെന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണുള്ളത്. നിലവിൽ 200 മീറ്റർ റോഡ് തകർന്നു കിടക്കുന്നതിനാൽ പ്രദേശവാസികൾ ടൗണുമായി ബന്ധപ്പെടുന്നതിന് 2 കിലോമീറ്ററിലധികം ചുറ്റി സഞ്ചരിക്കേണ്ട ഗതികേടിലായിരുന്നു. സ്കൂൾ കുട്ടികൾക്കും ആശുപത്രി ആവശ്യങ്ങൾക്കുമടക്കം വലിയ ബുദ്ധിമുട്ട് നേരിട്ടതോടെയാണ് നാട്ടുകാർ തന്നെ പണം കണ്ടെത്തി പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം കണ്ടത്. സിറ്റി വിഷൻ, രാജാക്കാട്. AIYF ഉടുമ്പൻചോല മണ്ഡലം കൺവെൻഷൻ നടന്നു. 10 മേഖലാ കമ്മിറ്റികളിൽ നിന്നായി 100ഓളം പ്രവർത്തകരാണ് പങ്കെടുത്തത്. ജില്ലാ പ്രസിഡന്റ് അജീഷ് മുതുകുന്നേൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനത്തോടുകൂടിയാണ് സമ്മേളനം ആരംഭിച്ചത്. രഞ്ജിത്ത് രാമചന്ദ്രൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. നെടുങ്കണ്ടം, പാപ്പാടുംപാറ, കരുണാപുരം, വണ്ടൻമേട്, ചക്കുവെള്ളം പഞ്ചായത്തുകളിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകരാണ് സമ്മേളനത്തിന്റെ ഭാഗമായത്. മണ്ഡലം പ്രസിഡന്റ് R. അഖിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് അജീഷ് മുതുകുന്നേൽ ഉദ്ഘാടനം ചെയ്തു. ഡൽഹിയുടെ പടിത്തട്ടിൽ പിറന്നവീണ ഈ മഹാപ്രസ്ഥാനം രാജ്യത്തെ നിരവധിയായ മാറ്റങ്ങൾക്ക് വേദിയായ പ്രസ്ഥാനം. ആ പ്രസ്ഥാനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പായി 1936 ആഗസ്റ്റ് മാസം 12-ാം തീയതി CPI മണ്ഡല സെക്രട്ടറി സുരേഷ് പള്ളിയാടി മുഖ്യപ്രഭാഷണം നടത്തി. കുഞ്ഞന്നഗറിലെ ഊരുമൂപ്പൻ അഞ്ജിത് ബാബു കബഡി ടൂർണമെന്റുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രതിഭകൾ എന്നിവരെ ആദരിച്ചു. ഷാൻകുമാർ VP പ്രസിഡന്റായും ശ്രീലാൽ MS സെക്രട്ടറിയായുള്ള 22 അംഗ കമ്മിറ്റിയെയും കൺവെൻഷൻ തെരഞ്ഞെടുത്തു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. കുഞ്ചിത്തണ്ണി ഹോളി ഫാമിലി ഫൊറോന ദേവാലയത്തിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷവും പുതിയ ദേവാലയത്തിന്റെ ശിലാസ്ഥാപനവും തിരുനാൾ ആഘോഷവും നടന്നു. 100 കണക്കിന് വിശ്വാസികളാണ് ആഘോഷ പരിപാടികൾ പങ്കെടുത്തത്. കുഞ്ചിത്തണ്ണി തിരുക്കുടുംബ ഫൊറോന പള്ളി സ്ഥാപിതമായി 75 വർഷങ്ങൾ പിന്നിടുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ നടന്നത്. ഇടവകയിലെ കുടുംബങ്ങൾ ഒന്നടങ്കം ആഘോഷ പരിപാടികളുടെ ഭാഗമായി. ഇതോടൊപ്പം പുതിയതായി പണി കഴിപ്പിക്കുന്ന ദൈവാലയത്തിന്റെ ശിലാസ്ഥാപനവും ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ നിർവഹിച്ചിരുന്നു. പള്ളിയിലെ തിരുനാളാഘോഷവും ഒരു നാടിന്റെ ആവേശമായി മാറി. ജപമാല, വിശുദ്ധ കുർബാന, ആഘോഷമായ പാട്ടുകുർബാന എന്നിവ നടന്നു. ഫാദർ ജോസ് കട്ടക്കയം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ മാത്യൂസ് പുതുപ്പറമ്പിൽ വചന സന്ദേശം നൽകി. വൈകിട്ട് 20 ഏക്കർ കപ്പേളയിലേക്ക് 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത പ്രദക്ഷിണം നടന്നു. പ്രദക്ഷിണം തിരികെ പള്ളിയിലെത്തി സമാപിച്ചതിനു ശേഷം സമാപന ആശീർവാദം നടന്നു. തുടർന്ന് സ്നേഹവിരുന്നും കൊച്ചിൻ കലാഭവന്റെ ഗാനമേളയും അരങ്ങേറി. സിറ്റി വിഷൻ, കുഞ്ചിത്തണ്ണി. ചക്കുവെള്ളം 6-ാം മൈൽ ശ്രീ ഭദ്രകാളി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മഹാമൃത്യുഞ്ജയ ഹോമം നടന്നു. രാവിലെ ക്ഷേത്രത്തിൽ നടന്ന ഹോമച്ചടങ്ങുകൾക്ക് മേൽശാന്തി തൊടുപുഴ മഹേഷ് ശാന്തികൾ നേതൃത്വം നൽകി. ഹോമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മഹാമൃത്യുഞ്ജയ ഹോമം. മാറാരോഗങ്ങൾക്ക് പോലും ഋഷീശ്വരന്മാർ കൽപ്പിച്ചിട്ടുള്ള മൃത്യുഞ്ജയ ഹോമമധ്യത്തിൽ കറുക ഹോമിക്കുന്നതും ഹോമാവശിഷ്ടം സംവാദം സേവിക്കുന്നതും രോഗദുരിതത്തിനും മനസുഖത്തിനും ശരീരസൗഖ്യത്തിനും ഉത്തമമാണെന്നാണ് ഭക്തരുടെ വിശ്വാസം. ചക്കുവള്ളം 6-ാം മൈൽ ശ്രീ ഭദ്രകാളി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ രാവിലെ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം നടന്ന മഹാമൃത്യുഞ്ജയ ഹോമത്തിന് ക്ഷേത്രം മേൽശാന്തി തൊടുപുഴ മഹേഷ് ശാന്തികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മൃത്യുഞ്ജയ ഹോമത്തിൽ പങ്കെടുക്കുന്നതിനും ക്ഷേത്ര ദർശനത്തിനുമായി നിരവധി ഭക്തരാണ് എത്തിയിരുന്നത്. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പ്രകാശ് ചെട്ടിയാർ ആംബിയൻ, വൈസ് പ്രസിഡന്റ് വാസുദേവൻ ചാലിൽത്താഴെ, സെക്രട്ടറി നന്ദൻ കുന്നത്ത, ജോയിന്റ് സെക്രട്ടറി രാജേഷ് കൃഷ്ണൻകുട്ടി, ട്രഷറർ തങ്കപ്പൻ ചാഞ്ഞാനിക്കൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, കുമളി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ.
ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,490 രൂപ, പവന് 1,07,920 രൂപ, വെള്ളി ഗ്രാമിന് 300 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആനയിറങ്കലിന് സമീപം ശങ്കരപാണ്ഡ്യൻമേട്ടിൽ അനധികൃത റോഡ് നിർമ്മാണം സജീവം. നിർമ്മാണം നടത്തുന്നത് റവന്യൂ വകുപ്പിന്റെ നിർത്തിവെക്കൽ ഉത്തരവ് ലംഘിച്ച് അടിയന്തര നടപടി ആവശ്യപ്പെട്ട ഗ്രീൻ കെയർ കേരള. ജില്ലയിൽ വൈറൽ പനിയും പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുന്നു. ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് വൈറൽ പനിയാണ്. ഇതോടൊപ്പം ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ചിക്കൻ പോക്സ്, എലിപ്പനി എന്നിവയും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാട്ടാനയുടെ പേരിൽ ആനയിറങ്കൽ ജലാശയത്തിലെ ബോട്ടിംഗ് നിരോധിച്ചിട്ട് 2.5 വർഷം പിന്നിടുന്നു. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ബോട്ടുകൾ നാശത്തിന്റെ വക്കിലാണ്. അരിക്കൊമ്പന്റെ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ബോട്ടിംഗ് നിരോധിച്ചത്. മൂന്നാർ ചൊക്കനാട് തേയില ഫാക്ടറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ കൊല്ലപ്പെട്ട കേസിന്റെ അന്വേഷണം നിലച്ചു. 6 മാസം മുമ്പാണ് സെക്യൂരിറ്റി ജീവനക്കാരൻ കൊല്ലപ്പെട്ടത്. കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കാത്തതാണ് അന്വേഷണം നിലയ്ക്കാൻ കാരണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.